സിനിമാ ലോകത്തെ ഞെട്ടിച്ച മരണവാർത്തയാണ് പ്രശസ്ത സിനിമാ നടൻ സന്തോഷ് നായരുടേത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ നടൻ സന്തോഷ് നായർ ഇന്ന് രാവിലെയാണ് മരണപ്പെട്ടത്. ചികിത്സയിലിരിക്കെ സന്തോഷിന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. പത്തനംതിട്ട ഏനാത്ത് വെച്ചായിരുന്നു വാഹനാപകടം നടന്നത്. സന്തോഷ് നായർ സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഭാര്യയായ ശുഭശ്രീക്കും ലോറി ഡ്രൈവർക്കും പരിക്കുണ്ട്. തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന മോഹിനിയാട്ടമാണ് അദ്ദേഹം ഏറ്റവും അവസാനമായി അഭിനയിച്ച സിനിമ. നായകനായും സഹനടനായും വില്ലനായും 100ഓളം സിനിമകളിൽ നടൻ സന്തോഷ് നായർ അഭിനയിച്ചിട്ടുണ്ട്. രാവിലെ 6:30യോടെയാണ് അപകടമുണ്ടായത്. സന്തോഷ് നായരും ഭാര്യയും മാത്രമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇന്നോവ കാറിലാണ് ഇവർ സഞ്ചരിച്ചത്. കോട്ടയം ഭാഗത്തേക്ക് വരികയായിരുന്നു. നിയന്ത്രണം തെറ്റി എതിരെ വന്ന ലോറിയിൽ ഇടിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. കാർ ഓടിച്ചത് സന്തോഷ് തന്നെയാണ്. അദ്ദേഹം ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഭാര്യയുടെ പരിക്ക് ഗുരുതരമല്ല. 8 മണിയോടെ സന്തോഷ് നായർ മരണപ്പെടുകയായിരുന്നു. വില്ലത്തരവും സ്വാഭാവിക വേഷങ്ങളുമൊക്കെയായി ശ്രദ്ധിക്കപ്പെട്ട സന്തോഷ് കെ നായർ ഇനിയില്ല. പുലർച്ചെയാണ് അപകടം നടന്നത്. അതിരാവിലെ തന്നെ ദുഃഖവാർത്ത കേട്ടാണ് ഉണർന്നത്. വിശ്വസിക്കാനാകുന്നില്ല ഈ വേർപാട് എന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത്. സിനിമയിൽ വരുന്നതിന് മുന്നേ തന്നെ നടൻ മോഹൻലാലിനെ അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരേ കാലഘട്ടത്തിൽ MG കോളേജിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിലായി പഠിച്ചവരാണ് ഞങ്ങൾ. അവിടെ ഞങ്ങൾ കാണിക്കാത്ത കുസൃതികളില്ല. ചിലതൊക്കെ പുറത്ത് പറയാൻ പോലും പറ്റാത്തതാണ്. യുവജനോത്സവം എന്ന സിനിമയിൽ കാണിച്ചതുപോലെയുള്ള രംഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ നടൻ മോഹൻലാലും സന്തോഷിനെ കുറിച്ച് വാചാലനായിരിക്കുകയാണ്. ഏറെ വിഷമിപ്പിക്കുന്ന ഒരു ദുഃഖവാർത്തയാണ് ഇന്ന് രാവിലെ കേട്ടത്. വ്യക്തിപരമായി ഒരുപാട് അടുപ്പമുള്ള പ്രിയപ്പെട്ട സന്തോഷ് ഒരു വാഹനാപകടത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. കോളേജിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു സന്തോഷ്. ആ കാലം തൊട്ടേ നല്ലൊരു സുഹൃത്തും സഹോദരനുമായിരുന്നു അദ്ദേഹം എനിക്ക്. ഒട്ടനവധി സിനിമകളിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. തലയെടുപ്പുള്ള വ്യക്തിത്വമായി ഏവരുടെയും സ്നേഹം പിടിച്ചുപറ്റിയ നല്ലൊരു മനസ്സിൻ്റെ ഉടമ. സന്തോഷിൻ്റെ അകാലത്തിലുള്ള വേർപാടിൽ വേദനയോടെ ആദരാഞ്ജലികൾ എന്നായിരുന്നു നടൻ മോഹൻലാലിൻ്റെ കുറിപ്പ്. സാഗർ ഇലിയാസ് ജാക്കിക്കൊപ്പം കട്ടയ്ക്ക് നിന്ന ലോറൻസ് എത്രയോ സിനിമകളിലെ സാന്നിധ്യം. കാലങ്ങൾക്ക് ശേഷം മോഹിനിയാട്ടം എന്ന ചിത്രത്തിൽ കണ്ടു. തിരിച്ചുവരവിൽ അദ്ദേഹവും സന്തോഷവാനായിരുന്നു. പുതിയ കാലത്തെ കുട്ടികളോടൊപ്പം ജോലി ചെയ്യാനായതിൽ അങ്ങേയറ്റം സന്തോഷവാനായിരുന്നു അദ്ദേഹം. അഭിമുഖങ്ങളിലെല്ലാം തന്നെ അതേക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. വെറുമൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഉപരിയായി എൻ്റെ ജീവിതയാത്രയിൽ എപ്പോഴും കൂടെയുണ്ടായിരുന്ന സഹോദര തുല്യനായിരുന്ന ഒരാളായിരുന്നു സന്തോഷ്. പ്രിയപ്പെട്ടവൻ്റെ വിയോഗം സൃഷ്ടിച്ച ശൂന്യത വാക്കുകൾക്കും അപ്പുറമാണ്. പ്രിയ സുഹൃത്തിന് കണ്ണീരോടെ വിട. ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ആദരാഞ്ജലികൾ എന്നായിരുന്നു നടൻ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ് കുറിച്ചത്. സന്തോഷിൻ്റെ അപ്രതീക്ഷിത വാർത്ത കേട്ടതിൻ്റെ നടുക്കത്തിലും ഹൃദയവേദനയിലുമാണ്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച നിമിഷങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ പ്രയാസകരമായ സമയത്ത് എൻ്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പമാണെന്നായിരുന്നു നടൻ മമ്മൂട്ടി എഴുതിയത്. 150ഓളം ചിത്രങ്ങളിൽ വില്ലനായും സഹനടനായും തിളങ്ങിയ സന്തോഷ് മോഹിനിയാട്ടം എന്ന ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത്. 1982 ഇത് ഞങ്ങളുടെ കഥയിലൂടെയായിരുന്നു അഭിനയ ജീവിതം തുടങ്ങുന്നത്. 20-ാം നൂറ്റാണ്ട്, മായാമോഹിനി, മായാവി തുടങ്ങിയ ചിത്രങ്ങളുടെ വില്ലൻ വേഷങ്ങളിൽ തൻ്റെതായ കയ്യൊപ്പ് ചാർത്തിയ അദ്ദേഹം അവസാനമായി അഭിനയിച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ പ്രദർശനം നടക്കുന്നത്. ആ വിശേഷങ്ങളായിരുന്നു അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയയിലും അവസാനമായി പങ്കുവച്ചത്. നിരവധി താരങ്ങളാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി